വെറൈറ്റി ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു മാലയുടെ ഡിസൈൻ ആട്ടോ. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തന്നെ വരാം. ഇതിനെപ്പറ്റി ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങളിത് കണ്ടു തന്നെ തീരുമാനിച്ചു അതിന്റെ ഭംഗി എന്താന്നുള്ളത്. ഇതുപോലെ ഗോൾഡിലൊക്കെ വരുന്ന അതേ ഫിനിഷിലുള്ള ഒരു ഐറ്റം ആണ്. നമുക്ക് ശരിക്കും ഇത് കണ്ടാ പറയോ ഗോൾഡ് അല്ലെന്ന്. നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ഐറ്റം ആണ്. നമുക്ക് നോർമൽ വരുന്ന ആ ഒരു പാറ്റേണേ അല്ല. ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി ഐറ്റംസ് അപ്പോൾ എല്ലായിടത്തും ഒന്നും ഇങ്ങനെ കിട്ടത്തില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡനും പിന്നെ റൂബി സ്റ്റോണും ഗ്രീനും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ഒരു കുറച്ച് പോർഷനിൽ ലെയറിന്റെ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഇതുപോലെ വരും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാവേ. ഇതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ സാരിയുടെ കൂടെയൊക്കെ കേട്ടോ ഭയങ്കര ഒരു ഭംഗിയായിട്ട് നിൽക്കുന്നത്. ചുരിദാറിന്റെ കൂടെ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ശരിക്കും സാരിക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയാം. അപ്പൊ ഇത് അത്യാവശ്യം നമുക്ക് ലെങ്തി ആയിട്ട് ഇടാനും പറ്റും കേട്ടോ. ഏകദേശം ഒരു 7 പിടി ആ ഒരു ലെങ്ത്തിലാണ് കിടക്കുന്നത്. നമുക്ക് ആ ഒരു സാരി പ്ലീറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി ഇപ്പോൾ 8 പിടിയൊക്കെ ആക്കി ഇടണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ചെയിൻ വല്ലതും നിങ്ങൾ മേടിച്ചിട്ടാൽ മതി. അപ്പം അങ്ങനെ ഇടുമ്പോഴത്തേനും ഇത്രയും ലെങ്ത്തിൽ കിടക്കും കേട്ടോ. നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയാൽ സാരിയൊക്കെ കൊടുത്തിട്ട് ഇടുന്നത് അത് ആ ഒരു അതിന്റെ ഭംഗി ശരിക്കും ഇട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ നോർമലി ഒരു സാരി അങ്ങനെ ഒത്തിരി ഉടുക്കാത്ത ആളായതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ഇട്ട് കാണിക്കാത്തത്. അല്ലാതെ ശരിക്കും അടിപൊളി ഐറ്റം കേട്ടോ. ഇതിന്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളൊരു ഗോൾഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം വലിയ പ്രൈസ് എന്ന് പറയാനേ പറ്റത്തില്ല. കാരണം അതിന്റെ മേക്കിംഗ് ചാർജിന്റെ ഒക്കെ ഒരു ചെറിയൊരു അംശം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം ഈ ഒരു ടൈപ്പ് പണിക്കൂലിയൊക്കെ നന്നായിട്ട് ആവുന്ന മോഡലാട്ടോ ഈ ഒരു ടൈപ്പ് പാറ്റേൺ വരുമ്പം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും നിങ്ങളിത് ഗോൾഡിൽ 1-2 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറിയൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രൈസ് വെച്ച് ഇതെടുത്ത് കുറച്ച് 3-4 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഡിസൈൻ മാറിയെടുത്ത് ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതിയേ. അപ്പോൾ ഇതിനെ ഞാൻ ഒത്തിരി ഇത് പറയുന്നില്ല. ഇതിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. റേറ്റ് ഈ ഒരു മോഡലിന് വരുന്നത് 1450 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്റ്റഡും ഉണ്ട് കേട്ടോ. സ്റ്റഡിനെ ഞാൻ അത്ര അങ്ങോട്ട് പറയത്തില്ല, കാരണം അത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് പാറ്റേൺ ആണ്. പക്ഷെ ഈ ഒരു മാലയുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇട്ടില്ലേ പോലും മാല മാത്രമായിട്ടാണെങ്കിൽ പോലും അടിപൊളി ലുക്കാണ്. ഇപ്പോൾ ഗോൾഡ് വരുന്ന എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പാറ്റേണിലൊന്നും അങ്ങനെ ഈ ഒരു സ്റ്റഡ് വരാറില്ല. ഇതിൻ്റെ കൂടെ ഇപ്പോൾ സ്റ്റഡ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് അല്ലാതാണല്ലോ ഇടാൻ പറ്റുന്ന ഒരു മോഡലാട്ടോ. ശരിക്കും അതിൻ്റെ എടുപ്പ് മെയിൻ ആയിട്ട് വരുന്നത് ഈ മാലയിൽ തന്നെയാണ്. ഭയങ്കര ഒരു പെർഫെക്റ്റ് ഫിനിഷ് ഉള്ള ഒരു മാല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഞാൻ ഒന്നുകൂടെ അടുപ്പിച്ച് കാണിക്കാം. ഇതാട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം ഇതിനെപ്പറ്റി ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം അത്രയും ഭംഗിയായി ഈ ഒരു മാല കാണാനായിട്ട്. മൊത്തത്തിൽ ഏകദേശം ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. എനിക്കൊരു ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു മോഡൽ, ആ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയാവുന്നൊരു ഐറ്റം കേട്ടോ. അപ്പം ഈ ഒരു പാറ്റേണിന് വരുന്നത് 1450 ഇതിൻ്റെ ഒരു 2-3 ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കറക്റ്റ് ചേർത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. റേറ്റ് ഒന്നുകൂടെ പറയാം, 1450 1450. അപ്പോൾ ആ സെയിം ഡിസൈൻ തന്നെ ആട്ടോ. ഞാനിത് ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ച് കാണിക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ ഭംഗി ഈ ശരിക്കും നമ്മൾ അല്ലാതെ കാണിച്ചിട്ട് നേരിട്ട് കാണാനുള്ള ഭംഗി എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലിജോയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഒന്നുകൂടെ നെക്കിൽ വെച്ചൊന്ന് എടുത്ത് കാണിക്കാമെന്ന്. ഇത് കണ്ടില്ലേ, ഇത് നെക്കിൽ വെക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ശരിക്കും ഒരു മലബാർ ഗോൾഡിലൊക്കെ ഇരിക്കുന്ന ഒരു ലുക്ക് തോന്നിക്കുന്നില്ലേ? അത്രയും ഭംഗിയാട്ടോ. ശരിക്കും സ്വർണ്ണത്തിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇങ്ങനെ നമ്മൾ തപ്പിച്ചെന്നാലും ഇങ്ങനെ ഇത്രയും നല്ല ഐറ്റംസ് ഇങ്ങനെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഉണ്ട്, പക്ഷെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടണം എന്നില്ല. അത്രയും രസമുള്ളൊരു ഐറ്റം കേട്ടോ. എനിക്ക് എന്താ പറയുക, ഇതിനകത്ത് കാണുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ നല്ലതാന്ന് പറയാൻ പറ്റും. അത്രയും നമുക്ക് ആ ഒരു ഭംഗി ശരിക്കും പറഞ്ഞ ഈ ഒരു വീഡിയോയ്ക്കകത്തതിനെ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ ഭംഗിയുള്ള ഐറ്റം കേട്ടോ. അപ്പൊ ഇതിന്റെ നമ്പർ കൊടുത്തേക്കാം. റേറ്റ് 1450. അടുത്ത ഡിസൈൻ വരുന്നില്ല. അത് അടിപൊളി ഡിസൈൻ ഇല്ലേ? നല്ല രസമില്ലേ കാണാൻ? പറയുന്നില്ലേ ഒന്നും? അത് ഇതിൻ്റെ അകത്ത് ബീഡ്സിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കി ആ ഒരു 3 ലെയർ തന്നെ താഴെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനൊരു മാറ്റ് ഫിനിഷ് ആണ്. ഗോൾഡിൽ മാറ്റ് ഫിനിഷ് വരത്തില്ലേ, ആ ഒരു ഫിനിഷിലാണ് ഇതിന്റെ ബീഡ്സ് പോയിരിക്കുന്നത്. പിന്നെ ഇതാണ് ഡിസൈൻ. ഞാൻ ഇങ്ങനെ താഴെ വരെ കാണിക്കാം കേട്ടോ. എന്നാ രസമെന്ന് അറിയാം ഇത് കാണാനായിട്ട്. ഇതിലും ഉണ്ട് കേട്ടോ, റൂബി ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള എമറാൾഡിന്റെ ആ ഷെയ്ഡിലുള്ള ബീഡ്സും വെച്ചിട്ടുണ്ട്. സ്റ്റോൺ ആട്ടോ. ഇതുപോലെ ഫുൾ കെട്ടി എടുത്തേക്കുന്ന നമുക്ക് ആ ഒരു ഗോൾഡിൽ ചെയ്യുന്ന അതേ ഫിനിഷിൽ തന്നെ മുഴുവൻ കെട്ടി എടുത്തേക്കുന്ന ഡിസൈനാണ്. ഇതുപോലെ വരും. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ചില സമയത്തേ കിട്ടാറുള്ളൂ. അപ്പൊ അങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ സത്യത്തിൽ നമുക്കിത് ഷോപ്പിൽ കൊടുക്കാൻ തയ്യാറില്ല. കാരണം ഇങ്ങനെ കുറേ എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ വന്നിട്ട് പുതിയ പാറ്റേൺ വന്നു എപ്പോഴും ചോദിക്കുവേ. കാരണം അവർക്ക് മാറി ഇടാനായിട്ട്. മിക്കവരും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് എടുക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. അല്ലാതെ ഇങ്ങനത്തെ വെറൈറ്റി ഡിസൈൻ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ ഗോൾഡിന്റെ ആവശ്യമില്ല.
നമ്മൾ ഇട്ടാൽ അറിയത്ത് പോലും ഇല്ല അങ്ങനെ ഒരു ഗോൾഡ് അല്ല എന്ന് ആരും പറയത്തില്ല. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മെയിൻ ഒരു ഉദ്ദേശം മാറി മാറി ഇടാൻ പറ്റുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഗോൾഡ് പോയി എടുത്തു കഴിഞ്ഞാൽ ചേട്ടന്മാർക്കും പോരാത്തില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്നോട് ചോദിക്കും പുതിയ ഡിസൈൻ വന്നിട്ടുണ്ടോന്നൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു മോഡലിനകത്ത് എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുണ്ട്. എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇങ്ങനത്തെ പാറ്റേൺ ഒക്കെ ഇടയ്ക്കിടയ്ക്കേ നമുക്ക് കിട്ടാറുള്ളൂ, അത്രയും നല്ല ഭംഗിയുള്ള ഐറ്റംസ്. അപ്പോൾ ആ ഒരു മിസ്സാവാതെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എപ്പോഴും നോക്കിയിരിക്കണം. അപ്പോൾ ഞാൻ ഇതിൽ നോക്കിയപ്പോഴത്തേനും കുറച്ച് ഡിസൈൻ ഇരിക്കുന്നുണ്ട്. അപ്പം ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് കൂടുതൽ മൂവ് എന്നൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്താ കേട്ടോ. ഇതാണ് ഇതിൻ്റെ 3 ലെയർ ആണ് ഇതിലും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു പേളും ഉണ്ട്, പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഗ്രീന് റൂബി മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. മേളിലോട്ട് വരുന്നത് മാറ്റ് ഫിനിഷ് കേട്ടോ, നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ കമ്മൽ കാണിച്ചില്ലേ, അതിൻ്റെ കമ്മലൂടെ കാണിച്ചു തരാവേ. ഇതിനും ആ ഒരു ചെറിയ ഹാങ്ങിങ്, പിന്നെ താഴെ വരുമ്പോഴത്തേനും ഇതുണ്ടല്ലേ കുഞ്ഞൊരു ജിമിക്കയുടെ പാറ്റേൺ ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല കേട്ടോ, അതിൻ്റെ കൂടെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ വരും. അപ്പോൾ ഇത് മൊത്തത്തിൽ ആ ഒരു ഇട്ടിട്ടുള്ള ഒരു സ്റ്റൈല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എടുക്കാതിരിക്കാൻ പറ്റില്ല, അത്ര ഭംഗിയുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇതും സെയിം റേറ്റ് തന്നെയാണ്. ഒരു ഡിസൈനൂടെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അടുത്ത ഡിസൈൻ കാണാം നമുക്ക്. മൂന്നാമത്തെ ഡിസൈൻ കേട്ടോ. മൂന്നാമത്തെ ഡിസൈനും സെയിം തന്നെ. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒരു റൂബിയുടെ ആ ഒരു സ്റ്റോണിൻ്റെ ഡിസൈൻ കുറച്ച് കൂടുതലുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റഡ് കാണാൻ കുറച്ചുകൂടെ ഭംഗി കേട്ടോ. അത് കണ്ടപ്പോഴത്തേനും അവളെടുത്ത് കയ്യിൽ വെച്ച് നോക്കിയതാ, നല്ല രസമുണ്ട് കാണാൻ. അത് ഇച്ചിരി ഒരു ഹാങ്ങിങ് പാറ്റേണാണ്, കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് കിടക്കും. ഞാൻ പറഞ്ഞില്ലേ അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതില്ലേ പോലും ഇതിന് മാത്രമാണല്ലോ അടിപൊളി കേട്ടോ. ഇതിൻ്റെ ആണെങ്കിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സ്ക്വയർ പാറ്റേണുള്ള ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് വരുന്ന ആ ഒരു ടൈപ്പ് തന്നെ മോഡൽ. അത് ഒരു മാറ്റ് ഫിനിഷ് ആട്ടോ. ആ ഒരു സ്ക്വയർ പാറ്റേണിലുള്ളത് ഒരു മാറ്റ് ഫിനിഷാ. താഴത്തോട്ട് വരുമ്പോൾ ഇതുപോലെ ശരിക്കും ആ ഒരു കെട്ടിയെടുത്തേക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഗോൾഡിലെ അതേ ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. വലിയ റേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം അതിന് ആ ഒരു ലുക്ക് അതിനുണ്ട്. എങ്ങനെ പോയാലും ഗോൾഡിൽ നിങ്ങൾക്ക് എത്ര കൊടുക്കേണ്ടി വരും, പണിക്കൂലി തന്നെ എത്ര രൂപയാവും നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം ഇതിങ്ങനെ കെട്ടിയെടുത്തൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല റേഞ്ച് വരും. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേനും ഭയങ്കര റീസണബിൾ ആട്ടോ ഈ ഒരു ഐറ്റം. നിങ്ങൾക്ക് മാറി മാറിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, കുറച്ചൊരു ഗോൾഡൻ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ എന്നാണെങ്കിലും ഇത് പ്രയോജനപ്പെടും. നമുക്ക് ആ ഒരു വേറെ ടൈപ്പ് മോഡലൊക്കെ ഇതിൻ്റെയൊക്കെ കൊണ്ടുവരുന്ന കേട്ടോ. ആ ഒരു ടൈപ്പ് നമുക്ക് ഇനിയും കൊണ്ടുവരാം. കണ്ടല്ലോ. അപ്പോൾ ഇതിലും ആ ഒരു മറ്റേ റൂബിയുടെ ടൈപ്പ് ബീഡ്സ് കണ്ടോ, ഇതിൻ്റെയും ആ ഒരു താഴത്തെ അറ്റത്തുണ്ട്. എനിക്കിതിനെപ്പറ്റി ഇങ്ങനെ വർണ്ണിക്കാൻ അറിയത്തില്ല, പക്ഷേ നല്ല രസമുണ്ട്, അത്രയും പറയാം. ഞാനിത് വെച്ച് കാണിക്കുമ്പോൾ ഇതിന് സത്യം പറഞ്ഞാൽ ആ കളർ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും സാരിയുടെ കൂടെ വേറെ ഷെയ്ഡ്സ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഈ സെയിം ഷെയ്ഡ് ആണെങ്കിലും കാഞ്ചീപുരം സാരിയുടെ ഒക്കെ കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്നാ ഭംഗിയായിരിക്കുന്നറിയോ. പ്ലെയിനോ അല്ലെങ്കിൽ ചെറിയൊരു സെൽഫ് ഡിസൈൻ ഒക്കെ ഉള്ള സൈസ് കാഞ്ചീപുരം സാരിക്കൊക്കെ നല്ല രസമായിട്ട് നിൽക്കും കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്, കണ്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും നേരിട്ട് കാണാനേ ഇനി ശരിക്കും കുറച്ചുകൂടെ ഭംഗി കൂടുതൽ. ക്യാമറയ്ക്കകത്ത് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഭംഗി കിട്ടുന്നില്ല കേട്ടോ. ആ ഒരു ഗോൾഡിൻ്റെ ഫിനിഷ് തന്നെയാണ്. എല്ലാത്തിനും സെയിം പ്രൈസ് ആണ്. നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണോ അതിൻ്റെ ആ നമ്പർ ചേർത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഈ ഒരു 3 ഡിസൈൻ ഞാൻ കാണിക്കുന്നുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ വേറെ ഡിസൈൻസ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് എല്ലാത്തിനും 1450 രൂപയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.